ഹലോ എവരി വൺ. നമ്മൾ 9th ക്ലാസ്സിലെ ബയോളജിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6th ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അതിൽ കോൾ ബൗസ് കൊണ്ടുവന്ന 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു 3 ഡൊമൈൻസ്? ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ ആൻഡ് ഡൊമൈൻ യൂക്കാരിയ. ഇനി ഈ 3 ഡൊമൈൻസിന്റെ കീഴിൽ എത്ര കിങ്ഡംസ് വരുന്നു എന്നാണ് പറഞ്ഞത്? 6 കിങ്ഡംസ് ഉണ്ട് അല്ലേ. ഏതൊക്കെയായിരുന്നു 6 കിങ്ഡംസ് എന്ന് പറയുന്നത്? 1 കിങ്ഡം ബാക്ടീരിയ, 2 കിങ്ഡം ആർക്കിയ, 3 കിങ്ഡം പ്രോട്ടിസ്റ്റ, 4 കിങ്ഡം ഫഞ്ചൈ, 5 കിങ്ഡം പ്ലാന്റ് ആൻഡ് 6 എന്ന് പറയുന്നത് കിങ്ഡം അനിമേലിയ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കിങ്ഡം അനിമേലിയയെ കുറിച്ചാണ്. അതായത് ആനിമൽസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കിങ്ഡം അനിമേലിയയിൽ വരുന്നത് ആരാണ്? മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ആനിമൽസ് ആണെന്ന് പറഞ്ഞു അല്ലെ. എല്ലാ തരം ബഹുകോശ ജീവികളായിട്ടുള്ള ആനിമൽസ്, ജന്തുക്കളും വരുന്നത് ഏതിലാണ്? കിങ്ഡം അനിമേലിയയിലാണ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ് അല്ലെങ്കിൽ ജന്തുക്കളുടെ വർഗീകരണം എങ്ങനെയാണെന്നാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ടാക്സോണമിക് കാറ്റഗറീസ് അല്ലെങ്കിൽ വർഗീകരണ തലങ്ങളെ കുറിച്ച് അല്ലെ. അതായത് ജീവികളെ മൊത്തം എങ്ങനെയാണ് കിങ്ഡമായിട്ട് തിരിച്ചിട്ടുണ്ട്, പിന്നീട് ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഇങ്ങനെയായിരുന്നു തരം തിരിച്ചിരുന്നത്. അപ്പോഴാണ് കോൾ ബൗസ് കിങ്ഡത്തിന് മുകളിൽ മറ്റൊരു ലെവൽ കൂടി ഉൾപ്പെടുത്തിയത് ഇല്ലേ. അതിനെ എന്താണ് വിളിക്കുന്നത്? ഡൊമൈൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് കിങ്ഡം അനിമേലിയ ആണ് ഇല്ലേ, അല്ലെങ്കിൽ ആനിമൽ കിങ്ഡം. അപ്പം ഈ ജന്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ കിങ്ഡം അനിമേലിയെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഫൈലങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ഇല്ലേ. പല സവിശേഷതകൾ നോക്കിയിട്ടാണ് ജന്തുക്കളെ അല്ലെങ്കിൽ ആനിമൽസിനെ വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നത്? ഫൈലങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ആനിമൽസിനെ ഫൈലങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന നോക്കി, അതുപോലെ തന്നെ അവരുടെ ജേം ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോയിലുള്ള സെൽ ലെയേഴ്സ്, കോശപാളികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ജേം ലെയേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ജേം ലെയേഴ്സ് അല്ലെങ്കിൽ ഭ്രൂണത്തിലുള്ള പാളികളുടെ എണ്ണം നോക്കി തരംതിരിച്ചു. അതുപോലെ തന്നെ ബോഡി ക്യാവിറ്റീസ് അല്ലെങ്കിൽ ശരീര അറകൾ നോക്കി, ശരീര അറ ഉണ്ടോ ഇല്ലയോ എന്നത് നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇത് കൂടാതെ തന്നെ ബോഡി സിമെട്രി അല്ലെങ്കിൽ ശരീര സമമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെൻട്രൽ പോയിന്റിനനുസരിച്ചിട്ടാണോ എല്ലാ ബോഡി പാർട്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സിമെട്രി എന്ന് പറയും. അതായത് ഒരു ജീവിയുടെ സെന്ററിൽ കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈക്വൽ ഹാഫ്സ് കിട്ടുക. എങ്ങനെയായിരിക്കും? എപ്പോഴാണ് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നത്? ആ ഓർഗാനിസത്തിന്റെ ആ സെൻട്രൽ പോയിന്റിന്റെ 2 വശത്തായിട്ട് ഓർഗൻസ് എല്ലാം ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? അതിന് 2 ഈക്വൽ ഹാഫ്സ് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ജീവിക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടുകയാണെങ്കിൽ, അതായത് അതിന്റെ സെന്ററിൽ കൂടി കട്ട് ചെയ്യുമ്പോൾ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുകയാണെങ്കിൽ അതിന് സിമെട്രി ഉണ്ടെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ സിമെട്രി നോക്കിയിട്ടും ജീവികളെ എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. അപ്പം ആനിമൽ കിങ്ഡത്തെ വീണ്ടും ഫൈലങ്ങളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ നോക്കിയിട്ടാണ് ഫൈലങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സ്ട്രക്ചർ, ഘടന നോക്കി, ജേം ലെയേഴ്സ് നോക്കി, ബോഡി ക്യാവിറ്റീസ് അല്ലെങ്കിൽ ശരീര അറകൾ നോക്കി, ബോഡി സിമെട്രി നോക്കി അല്ലെ. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കിങ്ഡം അനിമേലിയെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫൈലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഫൈലം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ക്ലാസ് ആണ്. ഈ ഫൈലങ്ങൾ കഴിയുമ്പോൾ, അതായത് ഫൈലത്തിനും ക്ലാസിനും ഇടയിൽ വീണ്ടും സബ് ഫൈലവും സൂപ്പർ ക്ലാസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് കിങ്ഡം അനിമേലിയെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഫൈലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഫൈലങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൈലം പോറിഫെറ. ഫൈലം പോറിഫെറ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ജീവികൾക്ക് എക്സാമ്പിൾ സ്പോഞ്ചസ് ആണ്. സ്പോഞ്ചുകൾ, അതായത് കടലിലൊക്കെ കാണപ്പെടുന്ന ജീവികളാണ് ഏതെന്ന് പറയുന്നത്? സ്പോഞ്ചസ് അല്ലെങ്കിൽ സ്പോഞ്ചുകൾ. ഇവരുടെ പ്രത്യേകത ആദ്യമേ തന്നെ പറഞ്ഞു, അവര് കടലിലൊക്കെ കാണുന്നതാണെന്ന് പറഞ്ഞു. അപ്പം അക്വാറ്റിക് ഓർഗാനിസംസ് ആണ്, ജലജീവികളാണ്. ഇത് കൂടാതെ തന്നെ ഇവരുടെ ബോഡിയിൽ ധാരാളം മൈന്യൂട്ട് പോസ് കാണും, അതായത് ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണും. അപ്പൊ ശരീരം മൊത്തം എന്ത് കാണും? മൈന്യൂട്ട് പോസ് അല്ലെങ്കിൽ ചെറു സുഷിരങ്ങൾ കാണും. അതുപോലെ തന്നെ ഇവര് അക്വാറ്റിക് ആണ് അല്ലെങ്കിൽ ജലജീവികളാണ്. എക്സാമ്പിൾ ഏതാണ്? സ്പോഞ്ചസ് ആണ്. അപ്പൊ ഫസ്റ്റ് ഫൈലം എന്ന് പറയുന്നത് ഫൈലം പോറിഫെറ. ഇതിൽ വരുന്നത് അക്വാറ്റിക് ഓർഗാനിസംസ് അല്ലെങ്കിൽ ജലജീവികളാണ്. ഇവരുടെ ബോഡിയിൽ എന്തോ ഉണ്ട്? മൈന്യൂട്ട് പോസ് അല്ലെങ്കിൽ ചെറു സുഷിരങ്ങളുണ്ട്. എക്സാമ്പിൾ ആരാണ്? സ്പോഞ്ചസ്. സെക്കൻഡ് ഫൈലം എന്ന് പറയുന്നത് നിഡേറിയ, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സീലൻഡ്രേറ്റ എന്ന് വിളിക്കും. അപ്പൊ നിഡേറിയ എന്ന് പറയുന്ന ഈ ഒരു ഫൈലത്തിൽ വരുന്ന അല്ലെങ്കിൽ സീലൻഡ്രേറ്റയിൽ വരുന്ന ജീവികളും അക്വാറ്റിക് ആണ്. ഇവരും വെള്ളത്തിൽ കാണപ്പെടുന്ന ജീവികളാണ്. ഇതിനൊരു എക്സാമ്പിൾ ആണ് ഹൈഡ്ര. ഹൈഡ്രയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഹൈഡ്ര വരുന്നത് ഏത് ഫൈലത്തിലാണ്? ഫൈലം നിഡേറിയ അല്ലെങ്കിൽ സീലൻഡ്രേറ്റയിലാണ്. ഇവർ അക്വാറ്റിക് ആണ് അല്ലെ, ജലജീവികളാണ്. ഇത് കൂടാതെ തന്നെ ഇവർക്ക് ടെന്റക്കിൾസ് ഉണ്ട്, അതായത് സഞ്ചാരത്തിനും മറ്റുമായിട്ട് ഇവരുടെ ബോഡിയിൽ ടെന്റക്കിൾസ് ഉണ്ട്.
ഇനി ഈ ടെന്റക്കിളിനകത്തില് നീഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന പാർട്സ് കൂടിയുണ്ട്. അതായത് ഈ നീഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാനോ അല്ലെങ്കിൽ ആഹാരമൊക്കെ പിടിച്ചെടുക്കാനോ ഒക്കെ സഹായിക്കുന്ന ഒരു പാർട്ടാണ് നീഡോബ്ലാസ്റ്റ്. ഈ നീഡോബ്ലാസ്റ്റ് അതായത് സ്റ്റിഞ്ചിങ്ങിനൊക്കെ സഹായിക്കും. ചെറിയ മുള്ളുകൾ പോലെ ഇരിക്കും, അപ്പൊ ശത്രുക്കളെയൊക്കെ ആക്രമിക്കാൻ എളുപ്പമാണ്. അപ്പൊ ആ നീഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ടെന്റക്കിളുകളിൽ കാണും. അപ്പം രണ്ടാമത്തെ ഫൈലം എന്ന് പറയുന്നത് ഫൈലം നിഡേറിയ അല്ലെങ്കിൽ സീലൻഡ്രേറ്റ ആണ്. ഇതിൽ വരുന്നതും അക്വാറ്റിക് ഓർഗാനിസംസ് അല്ലെങ്കിൽ ജലജീവികളാണ്. ഇവരുടെ ടെന്റക്കിളുകളിൽ എന്തോ ഉണ്ട്, നീഡോബ്ലാസ്റ്റ് ഉണ്ട്. അപ്പൊ നീഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഡിഫൻസ്, പ്രതിരോധത്തിനൊക്കെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ക്യാപ്ചറിംഗ് ഓഫ് പ്രേ, ഇരയെ പിടിക്കാനും ഒക്കെ സഹായിക്കുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത് നീഡോബ്ലാസ്റ്റ്. ഇനി ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന് ഹൈഡ്ര, ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷ് കേട്ടിട്ടുള്ളതാണ് അല്ലെ. ജെല്ലി ഫിഷ് ഉണ്ട്, സീ അനിമോൺ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കടൽ പൂ എന്ന് വിളിക്കും. അതായത് കടലിൽ കാണുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കും. അതൊരു ആനിമൽ ആണ്. അതിന്റെ പേരാണ് സീ അനിമോൺ അല്ലെങ്കിൽ കടൽ പൂവ്. അപ്പൊ ഈ ജീവികളെല്ലാം ഏതിലാണ് വരുന്നത്? ഫൈലം സീലൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ. തേർഡ് ഫൈലം എന്ന് പറയുന്നത് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് വേംസ് ആണ്, വിരകളാണ്. ഈ വിരകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് സോഫ്റ്റ് ബോഡി ആയിരിക്കും ഉള്ളത്. അതായത് നല്ല മൃദുവായിട്ടുള്ള ശരീരമായിരിക്കും. ദെൻ ഇവരെന്ന് പറയുന്നത് സ്മോൾ ആണ്, തീരെ ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബോഡി ആയിരിക്കും. അതായത് വരുന്ന ആകൃതിയിലുള്ള വേംസ് ആണ് ഏതിൽ വരുന്നത്? പ്ലാറ്റിഹെൽമിന്തസിൽ വരുന്നത്. അപ്പൊ പ്ലാറ്റിഹെൽമിന്തസിനെ പൊതുവെ വിളിക്കുന്നത് ഫ്ലാറ്റ് വേംസ് അല്ലെങ്കിൽ പരന്ന വിരകൾ എന്നാണ്. കാരണം അവരുടെ ബോഡി എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും? പരന്നിരിക്കും. ഇനി അതുപോലെ തന്നെ ഇവർ തീരെ ചെറുതാണ്. ഇവരുടെ ബോഡി എന്ന് പറയുന്നത് സോഫ്റ്റ്, മൃദുവായിരിക്കും. ഇതിന് എക്സാമ്പിൾ ആണ് ടേപ്പ് വേം, നാടവിര. ദെൻ അതുപോലെ തന്നെ പ്ലനേറിയ, ഫ്ലൂക്ക് തുടങ്ങിയവയെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? പ്ലാറ്റിഹെൽമിന്തസ്. അപ്പൊ തേർഡ് ഫൈലം എന്ന് പറയുന്നത് പ്ലാറ്റിഹെൽമിന്തസ് ആണ്. സ്മോൾ ഓർഗാനിസംസ് ആണ്, തീരെ ചെറിയ ജീവികളാണ്, സോഫ്റ്റ് ബോഡീഡ് ആണ്. ദെൻ അതുപോലെ തന്നെ ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആൻഡ് പരന്നിരിക്കും അല്ലെ. എക്സാമ്പിൾ എന്ന് പറയുന്നത് ടേപ്പ് വേം അല്ലെങ്കിൽ നാടവിര, പ്ലനേറിയ, ഫ്ലൂക്ക് തുടങ്ങിയവ. ദെൻ അടുത്തതെന്ന് പറയുന്നത് നിമറ്റോഡ. നിമറ്റോഡ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് റൗണ്ട് വേംസ് ആണ്, അതായത് ഉരുണ്ടിരിക്കുന്ന വിരകളാണ്. പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഫ്ലാറ്റ് വേംസ്, പരന്ന വിരകളായിരുന്നു. ഇനി അടുത്തത് റൗണ്ട് വേംസ് അല്ലെങ്കിൽ ഉരുണ്ട വിരകൾ വരുന്നത് ഏത് ഗ്രൂപ്പിലാണ്? നിമറ്റോഡയിലാണ്. ദെൻ ഇവരെന്ന് പറയുന്നത് ലോങ് ആയിരിക്കും. ലോങ് റൗണ്ട് ബോഡിയുടെ വേംസ് ആണ് ഇതിൽ വരുന്നത്, നിമറ്റോഡയിൽ വരുന്നത്. അതായത് നല്ല നീളം ഉണ്ടായിരിക്കും. അവരുടെ ബോഡി എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും? ഉരുണ്ടിരിക്കും. ഇതിന് എക്സാമ്പിൾ ആണ് റൗണ്ട് വേം അല്ലെങ്കിൽ ഉരുണ്ട വിര എന്ന് പറയും. അതുപോലെ തന്നെ ഹുക്ക് വേം, കൊക്കോ പുഴു എന്ന് പറയും. ദെൻ അതുപോലെ തന്നെ പിൻവേം. പിൻവേം എന്ന് പറഞ്ഞാൽ കൃമി, നമ്മൾ കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ഇല്ലേ കൃമി എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? നിമറ്റോഡയിൽ. അപ്പൊ നിമറ്റോഡയ്ക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് റൗണ്ട് വേം അല്ലെങ്കിൽ ഉരുണ്ട വിര, ദെൻ ഹുക്ക് വേം അല്ലെങ്കിൽ കൊക്കപ്പുഴു, ദെൻ പിൻവേം അല്ലെങ്കിൽ കൃമി. ദെൻ അടുത്തത് അനലിഡ, എർത്ത് വേം അല്ലെങ്കിൽ മണ്ണിര, ദെൻ ഹട്ട, പഴുതാര തുടങ്ങിയ ജീവികളൊക്കെ വരുന്ന ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത്? അനലിഡ. ഇവരുടെ ബോഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് സെഗ്മെന്റഡ് ബോഡിയാണുള്ളത്. സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ബോഡി സ്ട്രക്ചർ ആണ് ആർക്കുണ്ടാവുക? ഈ അനലിഡയിൽ വരുന്ന ജീവികൾക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ഇപ്പൊ എർത്ത് വേം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അട്ടയോ അല്ലെങ്കിൽ പഴുതാരയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡിയുടെ പുറമെ ഇങ്ങനെ നോക്കിയാൽ ധാരാളം കമ്പാർട്ട്മെന്റ്സ്, അറകൾ പോലെ കാണാം. അപ്പൊ ഇങ്ങനെ സെഗ്മെന്റലി അറേഞ്ച്ഡ് ബോഡിയുള്ള ജീവികളാണ് ഏതിൽ വരുന്നത്? അനലിഡയിൽ വരുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് എർത്ത് വേം അല്ലെങ്കിൽ മണ്ണിര, ദെൻ ലീച്ച്, കുളയട്ട തുടങ്ങിയവയാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ആർത്രോപോഡ. ആർത്രോപോഡ എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രത്യേകത ജോയിന്റഡ് ലെഗ്സ്, അതായത് കാലുകൾ കൂട്ടിച്ചേർക്കപ്പെട്ട നിലയിലുള്ള ജീവികളാണ് ഏതിൽ വരിക? ആർത്രോപോഡയിൽ വരിക. ഇപ്പൊ കൊതുകിന്റെയോ ഈച്ചയുടെയോ അല്ലെങ്കിൽ ഞണ്ടിന്റെയോ കൊഞ്ചിന്റെയോ ഒക്കെ കാലുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ കാലുകളെല്ലാം പരസ്പരം കൂട്ടിച്ചേർത്ത നിലയിലാണ്. അതായത് ചെറിയ ചെറിയ ഭാഗങ്ങൾ, പാർട്സ് കൂട്ടിച്ചേർത്ത നിലയിലാണ് ഇവരുടെ കാലുകൾ വരുന്നത്. അപ്പൊ ഇങ്ങനെ ജോയിന്റഡ് ലെഗ്സ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെട്ട കാലുകളുള്ള ജീവികളാണ് ഏതിൽ വരുന്നത്? ആർത്രോപോഡയിൽ വരുന്നത്. ദെൻ അതുപോലെ തന്നെ ഇവർക്കൊരു എക്സോസ്കെലിറ്റൻ അല്ലെങ്കിൽ ബാഹ്യാസ്ഥി കൂടെ ഉണ്ടായിരിക്കും. ഞണ്ടിന്റെയും കൊഞ്ചിന്റെയും ഒക്കെ അറിയല്ലേ. അപ്പൊ ആ ഞണ്ടിന്റെയും കൊഞ്ചിന്റെയും ഒക്കെ പുറമെ എന്തുകൊണ്ട്? ഒരു അസ്ഥി കൂടെ അല്ലെങ്കിൽ ഒരു സ്കെലിറ്റൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു എക്സോസ്കെലിറ്റൻ അല്ലെങ്കിൽ ബാഹ്യാസ്ഥി കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ലെഗ്സിന്റെ പ്രത്യേകത എന്താണ്? ജോയിന്റഡ് ലെഗ്സ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെട്ട കാലുകളാണെന്നുള്ളത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്രാബ്, പ്രോൺ, ദെൻ കോക്രോച്ച്, പാറ്റ തുടങ്ങിയവയെല്ലാം ഇതിലാണ് വരുന്നത്. ദെൻ അടുത്തെന്ന് പറയുന്നത് ഫൈലം മൊളസ്ക. മൊളസ്ക എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് സോഫ്റ്റ് ബോഡിയുടെ ആനിമൽസ് ആണ്. അവരുടെ ബോഡി എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരിക്കും, മൃദുവായിരിക്കും. ദെൻ അതുപോലെ തന്നെ ഇവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട്, അതായത് ഈ ഗ്രൂപ്പിൽ വരുന്ന മിക്കവർക്കും ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ഒരു കാൽസ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഒരു ഷെല്ലുണ്ടായിരിക്കും, ഒരു പുറന്തോടുണ്ടായിരിക്കും.
അപ്പൊ ആ പുറന്തോട് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാൽസ്യം കാർബണേറ്റ് കൊണ്ടായിരിക്കും. ഇതിന് എക്സാമ്പിൾ ആണ് ഒക്ടോപ്പസ് അല്ലെങ്കിൽ നീരാളി, സ്നെയിൽ, ഒച്ച്, ക്ലാം എന്ന് പറയുന്ന കക്കയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ജീവികളെല്ലാം ഏതിനകത്തിലാണ് വരുന്നത്? മൊളസ്കയിലാണ്. അപ്പൊ മൊളസ്ക എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ജീവികളുടെ പ്രത്യേകത സോഫ്റ്റ് ബോഡിയിലാണ്, മൃദുവായ ശരീരത്തോട് കൂടിയവരാണ്. ദെൻ അവരുടെ പുറമേ ഉള്ള ആ ഒരു ഷെൽ എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കാൽസ്യം കാർബണേറ്റ് കൊണ്ടായിരിക്കും. എക്സാമ്പിൾ സ്നെയിൽ അല്ലെങ്കിൽ ഒച്ച്, ദെൻ അതുപോലെ തന്നെ ഒക്ടോപ്പസ് നീരാളി, ക്ലാം അല്ലെങ്കിൽ കക്ക. അടുത്തതെന്ന് പറയുന്നത് എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റ എന്ന് പറയുമ്പോൾ ഇവര് മറൈൻ ആനിമൽസ് ആണ്. അതായത് ഈ ഗ്രൂപ്പിൽ വരുന്നവരെല്ലാം തന്നെ സമുദ്രജലത്തിൽ കാണപ്പെടുന്നവരാണ്. സ്പൈനി ബോഡീഡ് ആനിമൽസ് ആണ്. സ്പൈനി ബോഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ചെറിയ ചെറിയ മുള്ളുകൾ പോലെ കാണും. അപ്പൊ ഇങ്ങനെ മറൈൻ ആയിട്ടുള്ളതും അതായത് സമുദ്രജലത്തിൽ കാണപ്പെടുന്നതും ശരീരത്തിൽ മുള്ളുകൾ ഉള്ളതുമായ ജീവികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എക്കിനോഡെർമേറ്റ. അപ്പൊ എക്കിനോഡെർമേറ്റയിൽ വരുന്ന ജീവികൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരാണ്? അവർ മറൈൻ ആണ്. അതായത് ഇവര് ഈ ഗ്രൂപ്പിൽ വരുന്നവരെല്ലാം തന്നെ കടൽ വെള്ളത്തിൽ കാണപ്പെടുന്നവരാണ്, സമുദ്രജലത്തിൽ കാണപ്പെടുന്നവരാണ്. ദെൻ ഇവരുടെ ശരീരത്തിൽ എന്ത് കാണും? സ്പൈൻസ് അല്ലെങ്കിൽ മുള്ളുകൾ കാണും. എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാർ ഫിഷ്, നക്ഷത്ര മത്സ്യം, പിന്നെ സീ അർച്ചിൻ അല്ലെങ്കിൽ കടൽ ചേന തുടങ്ങിയവരെല്ലാം ഏതിനകത്തിലാണ് വരുന്നത്? എക്കിനോഡെർമേറ്റയിലാണ്. അടുത്തെന്ന് പറയുന്നത് ഫൈലം കോർഡേറ്റ. കോർഡേറ്റ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത നോട്ടോകോഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം, നട്ടലുണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും എന്തുകൊണ്ട്? ഒരു വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ ഒരു നട്ടലുണ്ട് അല്ലെ? ഈ നമ്മളെന്ന് പറയുന്നത് എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ ഈ നട്ടലിന് മുമ്പുള്ള ഒരു രൂപമാണുള്ളത്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നോട്ടോകോഡ്. അപ്പൊ ഈ നോട്ടോകോഡ് അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം ഉള്ള ജീവികളെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? കോർഡേറ്റ എന്നറിയപ്പെടുന്നത്. ഈ ബാക്കി പറഞ്ഞവരെല്ലാം, അതായത് പോറിഫെറ മുതൽ എക്കിനോഡെർമേറ്റ വരെ ഉള്ളവർക്ക് നോട്ടോകോഡ് കാണത്തില്ല. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് നോൺ കോർഡേറ്റ എന്ന് വിളിക്കുക, അതായത് നട്ടലില്ലാത്ത ജീവികൾ. ഇനി കോർഡേറ്റ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തുകൊണ്ട്? നോട്ടോകോഡ് അല്ലെങ്കിൽ ഒരു വെർട്ടിബ്രൽ കോളം, ഒരു ശരിയായിട്ടുള്ള ഒരു നട്ടല് കാണും. നോട്ടോകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോണിക് സ്റ്റേജ് ആയിരിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ റോഡ് ഷേപ്പിൽ ഒരു ദണ്ഡാകൃതിയിൽ ഇരിക്കുന്ന പാർട്ട് കാണും നമുക്ക് വെർട്ടിബ്രൽ കോളത്തിന് പകരം. ഇനി നമ്മളെക്കാൾ ലോവർ ഓർഗാനിസംസിൽ അവർക്ക് എന്തായിരിക്കും ഉള്ളത്? നോട്ടോകോഡ് ആയിരിക്കും. നമ്മളെ പോലെയുള്ള ഹയർ ഓർഗാനിസംസിൽ എംബ്രിയോണിക് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് ഈ നോട്ടോകോഡ് മാറിയിട്ട്, അതായത് ദണ്ഡാകൃതിയിലുള്ള നോട്ടോകോഡ് മാറിയിട്ട് നമുക്കൊരു വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നല്ലൊരു നട്ടല് വരും. അപ്പൊ ഇങ്ങനെ നോട്ടോകോഡ് ഉള്ളവയും അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം ഉള്ളവയും ഏതിലാണ് വരുന്നത്? കോർഡേറ്റയിലാണ് വരുന്നത്. അപ്പൊ നോട്ടോകോഡ് അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം ഉള്ള ജീവികളെല്ലാം വരുന്ന ഗ്രൂപ്പാണ് കോർഡേറ്റ. ബാക്കിയുള്ളവയുടെ പ്രത്യേകത എന്താ? അവർക്ക് നോട്ടോകോഡ് ആബ്സെന്റ് ആണ്. അതുകൊണ്ട് ഇവരെല്ലാം ഏതിൽ വരും? നോൺ കോർഡേറ്റ്സ് ആണ്. നോട്ടോകോഡ് ആബ്സെന്റ് ആയതുകൊണ്ട്. നമുക്ക് എന്തുകൊണ്ട്? നോട്ടോകോഡ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഏതിൽ വരും? കോർഡേറ്റയിൽ വരും. ഇനി ഇതിന് എക്സാമ്പിൾ, അതായത് കോർഡേറ്റയ്ക്ക് എക്സാമ്പിൾ നമ്മള് ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, ഡോഗ് ഉണ്ട്, കാറ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ജീവികളെല്ലാം ഏതിലാണ് വരുന്നത്? കോർഡേറ്റയിലാണ്. ഫിഷസ് ഒക്കെ വരുന്നത് ഏതിലാണ്? കോർഡേറ്റയിലാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആനിമൽ കിങ്ഡത്തിൽ വരുന്ന ഫൈലങ്ങൾ. അപ്പൊ ഏതൊക്കെയാണ് ആനിമൽ കിങ്ഡത്തിന്റെ കീഴിൽ വരുന്ന ഫൈലങ്ങൾ? പോറിഫെറ, നിഡേറിയ, പ്ലാറ്റിഹെൽമിന്തസ്, നിമറ്റോഡ, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ ആൻഡ് കോർഡേറ്റ എന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.